ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ഹാനാസ് ബുക്ക് ഓഫ് ജോയ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഗീ ഇൻടോളറൻ്റ് ആയിട്ട് ആൾക്കാർക്ക്, ചിലർക്ക് മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ അലർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ലഡു ആണ്. നമ്മളിവിടെ നെയ്യൊന്നും അല്ല ഉപയോഗിക്കുന്നത്, പകരം സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഗീ യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഗീ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ടീസ്പൂൺസ് ഓഫ് സൺഫ്ലവർ ഓയിലാണ്. കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ പ്രത്യേകിച്ച് മണം ഒന്നുമില്ലാത്ത സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, ഈ മണമൊന്നുമില്ലാത്തത്. അപ്പോൾ ഞാനിവിടെ ഒരു 5 ടീസ്പൂൺ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഞാനിവിടെ ആദ്യം ഒരു 3 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് പിന്നീടാണ് ഗ്രാജുവലായിട്ട് ബാക്കിയുള്ള ഓയിൽ കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്കും ഇതിലേക്ക് മൊത്തം ഓയിലും കൂടെ ഒഴിച്ചിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് കടലപ്പൊടി ഇട്ടു, നമ്മുടെ ബേസൻ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി ആ ഓയിലിൽ നന്നായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ കളറൊക്കെ മാറി വരും. നിങ്ങൾ ആദ്യം കുറച്ച് ഓയിലാണ് ഒഴിച്ചതെങ്കിൽ ഈ സമയമാകുമ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ഇത് എത്തിക്കാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനത്തെ കൺസിസ്റ്റൻസിയിൽ കിട്ടണമെന്ന്. നമ്മൾ വീട്ടിൽ ലഡു ഉണ്ടാക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എസൻസ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണമെങ്കിൽ ഷുഗർ നിങ്ങൾക്ക് കുറയ്ക്കാം. ഗീയുടെ അളവ് കുറച്ചിട്ട് ഓയിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഗീയും ഓയിലും മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്കിത് പ്രിപ്പയർ ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുറച്ച് കുക്കിംഗ് സ്കിൽസൊക്കെ പഠിക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ ഞാനും ലോക്ക്ഡൗണൊക്കെ സമയമായപ്പോഴാണ് പുതിയ ഡിഷസ് ട്രൈ ചെയ്യാനും എക്സ്പെരിമെൻറ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ സക്സസ് ആകുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ മാവ് നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. കണ്ടോ, അതിപ്പം നല്ല സ്മൂത്തായിട്ട് വന്നു. ഒത്തിരി ലൂസും അല്ല, ഒത്തിരി ടൈറ്റും അല്ല. ഇതാണ് അതിൻ്റെ റൈറ്റ് കൺസിസ്റ്റൻസി. നല്ല ഗ്ലേസി ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ ഷുഗർ. വെറും 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഷുഗറിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ഇവിടേക്ക് ആഡ് ചെയ്യുന്നു. എസ്പെഷ്യലി പൗഡേർഡ് ഷുഗർ തന്നെ ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മറ്റേ പൗഡേർഡ് അല്ലാത്ത ഷുഗർ ആണെങ്കിൽ അതിങ്ങനെ കടിക്കും, അത് നമ്മുടെ ടേസ്റ്റ് നല്ലതായിരിക്കില്ല. അപ്പോൾ പൗഡേർഡ് ഷുഗർ തന്നെ നമ്മൾ ഉപയോഗിക്കണം. ജസ്റ്റ് പഞ്ചസാര ഒന്ന് വേണമെങ്കിൽ കുറച്ച് ഏലക്ക ഇട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ വെറുതെ പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ലഡുവിൻ്റെ മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഗ്ലേസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറച്ചുകൂടെ കുറയ്ക്കാം. ഇത്ര ഗ്ലേസിനെസ് ഇത്ര സോഫ്റ്റ്നെസ്സും വേണ്ട എങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ലഡു ആണ് ഇഷ്ടം. നിങ്ങൾക്കത് ഇഷ്ടമല്ല, നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള തന്നെ വേണമെങ്കിൽ ഓയിലിൻ്റെ അളവ് കുറച്ചാൽ മതി. ഞാൻ ഒന്നുകൂടെ പറയുവാണ്, ഈ സെയിം റെസിപ്പി തന്നെ നിങ്ങൾക്ക് ഗീ ഉപയോഗിച്ചും ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. പക്ഷേ ഗീ ഇൻടോളറൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഗീ അലർജിക് ആയിട്ടുള്ളവർ, അവർക്ക് ഈ റെസിപ്പി തന്നെ ട്രൈ ചെയ്ത് നോക്കാം. കിടിലൻ ടേസ്റ്റാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ലഡു ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെയാണ്. അതെ, ഇനി ഞാനിത് കുറച്ച് നേരം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് റൂം ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ ആ ഫാനിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കുക. ചെറിയ ചൂടുണ്ടായിരിക്കണം. പിന്നെ നമ്മളത് റോൾ ചെയ്തെടുക്കുകയാണ്, ബോൾ പോലെ റോൾ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്ത് ഒരു പേട ടൈപ്പിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് എങ്ങനെയാണോ കഴിക്കാൻ ഇഷ്ടം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ജസ്റ്റ് ഒരു റോൾ ചെയ്തെടുക്കുന്നു, ബോൾ പോലെ റോൾ ചെയ്തു. നിങ്ങൾക്കിത് വേണമെങ്കിൽ പല ഷേപ്സിലുണ്ടാക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.